ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഡിസ്ക്ലോഷർ ബേസ്ഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ്. അതിലെ കുറച്ച് സ്റ്റാൻഡേർഡ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് ഡിസ്ക്ലോഷർ ഓഫ് എറേഴ്സ് ആണ്, അക്കൗണ്ടിങ് എറേഴ്സ്. അപ്പോൾ അതിൻ്റെ ഒഫീഷ്യൽ എന്തൊക്കെ ഫോർമാലിറ്റീസാണ് വേണ്ടത്, എന്തൊക്കെയാണ് ഡിസ്ക്ലോഷർ പ്രൊസീജിയേഴ്സ് വേണ്ടത്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 8 അനുസരിച്ചിട്ടുള്ള പ്രൊസീജിയേഴ്സാണ്, പോളിസീസാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാനം ഒരു ക്വസ്റ്റ്യൻ നോക്കി വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടികളോട്. ക്വസ്റ്റ്യൻ ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. ഒരു അക്കൗണ്ടിങ് പോളിസി ചേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ്റെ എഫക്റ്റ് കണ്ടുപിടിക്കാനായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം പറഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് അതിൽ നിന്ന് തന്നെ തുടങ്ങാം. ഞാൻ ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. പേജ് നമ്പർ 305 ഇല്ലസ്ട്രേഷൻ 1 ആണ്. സുപ്രീം ലിമിറ്റഡ് ചേഞ്ച്ഡ് ഇറ്റ്സ് അക്കൗണ്ടിങ് പോളിസി ഫോർ ഇൻവെൻ്ററി ഇൻ 2017. ഇൻവെൻ്ററി വാല്യൂ ചെയ്യുന്നതിൻ്റെ അക്കൗണ്ടിങ് പോളിസി സുപ്രീം ലിമിറ്റഡ് 2017 ചേഞ്ച് ചെയ്തു. ബിഫോർ 2017, ആ 2017 മുൻപ് വരെ ദ ഇൻവെൻട്രി വാസ് വാല്യൂഡ് യൂസിങ് ഫിഫോ. ഇൻവെൻട്രി വാല്യൂ ചെയ്തിരുന്നത് ഫിഫോ മെത്തേഡ് വെച്ചിട്ടായിരുന്നു. ഇൻ 2017 ദ കമ്പനി ചേഞ്ച്ഡ് ദ മെത്തേഡ് ടു വെയ്റ്റഡ് ആവറേജ് മെത്തേഡ്. 2017 മുതൽ കമ്പനി ഫിഫോ മെത്തേഡിൽ നിന്ന് വെയ്റ്റഡ് ആവറേജ് മെത്തേഡിലേക്ക് ചേഞ്ച് ചെയ്തു. ദ ഫോളോയിങ് വാസ് ദ ഇമ്പാക്റ്റ് ഓഫ് ചേഞ്ച്. ഇമ്പാക്റ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയാൻ പറ്റില്ല നമുക്ക്. ഫോളോയിങ് വാസ് ദ ഇമ്പാക്റ്റ് ഓഫ് ഫിഫോ എന്നാണ് പറയാൻ പറ്റുന്നത്. മനസ്സിലായല്ലോ? നമ്മൾ വേണം ചേഞ്ചിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ 2017 നമ്മൾ എന്ത് ചെയ്തത്? അത് വെയ്റ്റഡ് ആവറേജ് മെത്തേഡിലേക്ക് മാറ്റിയത്. അപ്പോൾ 2017 മുൻപുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഫിഫോ മെത്തേഡ് വെച്ചിട്ടുള്ള ചേഞ്ചാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ 31 മാർച്ചിൽ ഡിക്രീസ് ഓഫ് 10 lakhs ആണ് തന്നിട്ടുള്ളത്. ഡിക്രീസ് ഓഫ് 10 lakhs എന്ന് പറഞ്ഞാൽ ഇൻവെൻ്ററി ഡിക്രീസ് ഓഫ് 10 lakhs വന്നിരിക്കുന്നു. 31 മാർച്ച് ആയപ്പോൾ അത് ഡിക്രീസ് ഓഫ് 12 lakh ആയി. അപ്പോൾ ആ ഒരു വർഷം 2015 മുതൽ 16 വരെയുള്ളൊരു വർഷം 2 ലക്ഷം രൂപയുടെ ഡിക്രീസ് വന്നിട്ടുണ്ട്. അടുത്ത് 31 മാർച്ച് 2017 ആയപ്പോൾ 12 ലക്ഷം ഉള്ളത് 27 ലക്ഷമായി. അവിടെയും എത്രയാണ്? 12ഉം വലിയ ഒരു മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. 12, 27 എന്ന് പറയുമ്പോൾ 15ൻ്റെ വ്യത്യാസം വന്നിട്ടുണ്ട്. 5, 2, 7, അതെ 15 ലക്ഷം രൂപയുടെ ഡിഫറൻസ് ഉണ്ട്. ഇനി പറഞ്ഞിട്ടുള്ളത് സമ്മറൈസ്ഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് 2015-16 ആൻഡ് 16-17 വേർ ആസ് ഫോളോസ് വെൻ ഫിഫോ മെത്തേഡ് വാസ് യൂസ്ഡ്. അതായത് ഫിഫോ മെത്തേഡ് യൂസ് ചെയ്യുന്ന സമയത്ത് ഉള്ള സ്റ്റേറ്റ്മെൻറ്റാണ് തന്നിട്ടുള്ളത്. 16ലെയും 17ലെയും സ്റ്റേറ്റ്മെൻറ്റാണ് തന്നിട്ടുള്ളത്. ഇതിൽ വേറെ ഒന്നുമില്ല. റവന്യൂ എന്ന് പറയുന്നത് സെയിൽസിൽ നിന്ന് കിട്ടുന്ന റവന്യൂ ആണ്. അതിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അതിനെ പറയുന്ന മറ്റൊരു പേരാണ് കോസ്റ്റ് ഓഫ് സെയിൽസ്. അത് കുറയ്ക്കുമ്പോൾ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് എക്സ്പെൻസ് കുറച്ചാൽ നെറ്റ് പ്രോഫിറ്റ് കിട്ടും. ഇതൊരു നോർമൽ ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പ്രസൻറ്റ് ദ ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് പോളിസി ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഫോർ 2015-16 ആൻഡ് 16-17 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ എന്ത് ചെയ്യണം? ഒരു അക്കൗണ്ടിങ് പോളിസി പ്രസൻറ്റ് ചെയ്യണം. എന്തിൻ്റെ? പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഒരു അക്കൗണ്ടിങ് പോളിസി സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പ്രസൻറ്റ് ചെയ്യണം. അത് ഏതൊക്കെ വർഷത്തെയാണ്? 2015-16ലെയും 16-17ലെയും നമ്മൾ പ്രസൻറ്റ് ചെയ്യണം. ഇനി നമുക്കത് സൊല്യൂഷൻ്റെ ഭാഗമായിട്ട് കാണേണ്ടതാണ്. അത് സൊല്യൂഷനിലേക്ക് പോകുന്നതിന് മുൻപ് കുട്ടികളോട് പറയട്ടെ, ഇവിടെ 2015-16 കാലഘട്ടത്തിൽ നമുക്ക് 2 ലക്ഷം രൂപയുടെ ഡിഫറൻസാണ് വന്നിട്ടുള്ളത്. 2016-17 കാലഘട്ടത്തിൽ നമുക്ക് 15 ലക്ഷം രൂപയുടെ ഡിഫറൻസാണ് വന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഈ ഡിക്രീസിൽ വന്നിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മുടെ എന്തിനെ ബാധിക്കും? നമ്മുടെ സ്വാഭാവികമായിട്ടും ഇൻവെൻട്രി വാല്യൂവിൽ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് എന്തിനു വരും? കോസ്റ്റ് ഓഫ് സെയിൽസിനെ ബാധിക്കും അല്ലേ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിനെ ബാധിക്കും. ആ കോസ്റ്റിൽ വന്നിട്ടുള്ള ആ എമൗണ്ട്, ഇപ്പോൾ എത്രയാണ് എമൗണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ ആ ഡിഫറൻസ് എമൗണ്ട് അതിൽ കൂടും. അപ്പോൾ കോസ്റ്റ് ഓഫ് സെയിൽസ് കൂടുമ്പോൾ എന്ത് കുറയും? പ്രോഫിറ്റ് കുറയും. പ്രോഫിറ്റ് കുറഞ്ഞാൽ, ഗ്രോസ് പ്രോഫിറ്റ് കുറഞ്ഞാൽ നാച്ചുറലി എന്ത് കുറയും? നെറ്റ് പ്രോഫിറ്റ് കുറയും. ഇതാണ് ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ വേറൊന്നും വേണ്ട. കുട്ടികൾ എന്ത് ചെയ്യണം? നമുക്ക് മനസ്സിലാകണം ഈ ഡിഫറൻസ് വരുന്നത് കൊണ്ട് എന്ത് എഫക്റ്റാണ് വരിക എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം.
രണ്ട്, നമുക്ക് മനസ്സിലായത് വിത്ത് റീസൺ നമ്മൾ പേപ്പറിൽ എഴുതി വയ്ക്കണം ആൻസർ ഷീറ്റിൽ. ഇത് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ വിത്ത് റീസൺ നമ്മൾ എഴുതണം. എന്താണ്? ഇന്ന കാരണം കൊണ്ടാണ് ഈ പ്രോഫിറ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസ് ഇൻക്രീസ് ചെയ്യാനുള്ള കാരണം. എന്ത് ചെയ്യണം? ഇവിടെ പ്രസൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് ഇപ്പോൾ പ്രസൻറ്റ് ചെയ്തിട്ടില്ലേ ഒരു മൂന്ന് കോളമുള്ള ഒരു ടേബിൾ. ഇപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലേ 3 ടേബിൾ അല്ലെങ്കിൽ 3 കോളംസ് ഉള്ള ടേബിൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതേപോലത്തെ ഒരു ടേബിൾ വരയ്ക്കുക. എന്നിട്ട് അതിൽ ചില മാറ്റങ്ങൾ മാത്രം വരുത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസറായി. ഇനിയിപ്പോൾ നമുക്ക് സൊല്യൂഷനിലേക്ക് പോവാം. സൊല്യൂഷനിൽ ഡ്യൂറിങ് 15-16 ക്ലോസിംഗ് സ്റ്റോക്ക് വാസ് ഷോഡ് എ റിഡക്ഷൻ ഓഫ് 2 lakh. ഹെൻസ് ദ കോസ്റ്റ് ഓഫ് സെയിൽസ് ഇൻക്രീസ്ഡ് ബൈ 2 lakh. അല്ലേ? കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. കാരണം എന്താ? ക്ലോസിംഗ് സ്റ്റോക്ക് എന്ത് ചെയ്യുന്നു? റിഡക്ഷൻ കാണിക്കുകയാണെങ്കിൽ, ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വില എന്താണ്? കുറവ് കാണിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ ഉയരും? നമ്മുടെ കോസ്റ്റ് ഓഫ് സെയിൽസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ 185 എന്നുള്ള നമ്മുടെ എന്താണ് കോസ്റ്റ് ഓഫ് സെയിൽസ് 2 ലക്ഷം കൂടി അത് എത്രയായിട്ട് വരും? 187 ആയിട്ട് വരും. മനസ്സിലായല്ലോ? 187 ആയിട്ട് വരും. 187 വന്നാൽ ആ 2 ലക്ഷത്തിൻ്റെ കുറവ് ഗ്രോസ് പ്രോഫിറ്റിൽ വരും. ആ 2 ലക്ഷത്തിൻ്റെ കുറവ് എവിടെയും വരും? നെറ്റ് പ്രോഫിറ്റിലും വരും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത് 2016. ഇനി അടുത്ത 2016-17 നമുക്കറിയാം 12 ലക്ഷം എന്നുള്ളത് 27 lakhs ആയിട്ട് മാറി. അല്ലേ? അവിടെയും 15 lakhsൻ്റെ ഒരു ഡിഫറൻസ് വന്നു. അതും ഡിക്രീസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? അവിടെയും കോസ്റ്റ് ഓഫ് സെയിൽസ് വളരെ വലിയ ഒരു ഇൻക്രീസാണ് വരുന്നത്. 15 lakhs വരും. അപ്പോൾ 192 എന്നുള്ളത് 15 കൂടിയാൽ അത് എത്ര വരും? അത് വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 207 വരും. 207 ലക്ഷമാണ് വരിക. അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് ആ 15ൻ്റെ വ്യത്യാസം എവിടെ വരും? ഗ്രോസ് പ്രോഫിറ്റിൽ വരും. 93 എന്നുള്ളത് 78 മാറും. ദെൻ എക്സ്പെൻസ് അതേ എമൗണ്ട് തന്നെ, സാധാരണ എമൗണ്ട് തന്നെ. നമ്മുടെ നെറ്റ് പ്രോഫിറ്റിലും എന്ത് കുറവ് വരും? ഈ 15ൻ്റെ കുറവ് വരും. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഒറ്റനോട്ടത്തിൽ മനസ്സിലാകുന്നൊരു കാര്യമല്ല. അപ്പോൾ അത് കാരണം കൊണ്ട് കുട്ടികൾ മനസ്സിലാക്കുക. ഇനി ഇതിന് പകരം എന്താണ് വേറൊരു ക്വസ്റ്റ്യൻ, വേറെ പല മോഡൽസ് വരാം. അപ്പോൾ ഇത് തന്നെ കോപ്പി ചെയ്ത് പഠിച്ചിട്ട് കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ എഫക്റ്റ് മനസ്സിലാക്കുക. അതെങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ മിക്കവാറും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. പക്ഷേ എന്താണ് അതിൻ്റെ എഫക്റ്റ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അത് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇല്ലസ്ട്രേഷൻ 2 ആണ്. പേജ് നമ്പർ 306. നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. ജെ ലിമിറ്റഡ് ചേഞ്ചസ് ഇറ്റ്സ് അക്കൗണ്ടിംഗ് പോളിസി ഫോർ വാല്യുവേഷൻ ഓഫ് ഇൻവെൻ്ററി ഇൻ 2017 ഫ്രം വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് ടു ഫിഫോ മെത്തേഡ്. അപ്പോൾ ഇവിടെ നേരത്തെ ഫിഫോ മെത്തേഡിൽ നിന്ന് വെയ്റ്റഡ് ആവറേജ് മെത്തേഡിലേക്കാണ് മാറിയത്. ഇപ്പോൾ ഫിഫോ മെത്തേഡിൽ നിന്ന് വെയ്റ്റഡ് ആവറേജിലേക്കാണ് മാറുന്നത് കേട്ടോ. വെയ്റ്റഡ് ആവറേജിൽ നിന്ന് ഫിഫോയിലേക്കാണ് മാറുന്നത്. ദ ഇമ്പാക്റ്റ് ഓഫ് ചേഞ്ച് ഈസ് ഷോൺ ബിലോ. എന്തൊക്കെയാണ് അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് നോക്കാം നമുക്ക്. 31 March 2015 ഇൻക്രീസ് 12 lakh ആണ്. 31 March 2016 ഇൻക്രീസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത് കേട്ടോ. കുട്ടികൾ ശ്രദ്ധിക്കുക. ഇൻക്രീസ് ഓഫ് 19 lakh. 31 March 2017 ഇൻക്രീസ് ഓഫ് 28 lakhs. ഇനി നമുക്ക് താഴെ നെറ്റ് പ്രോഫിറ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കുന്നു. സാധാരണ പോലെ റവന്യൂവിൽ നിന്ന് കോസ്റ്റ് സെയിൽസ് കുറച്ചു, ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി. ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് എക്സ്പെൻസ് കുറച്ചു, നെറ്റ് പ്രോഫിറ്റ് കിട്ടി. ഇതിൽ ടേബിളിൽ തന്നതിലൊരു ഡിഫറൻസ് ഉള്ളത്, ആദ്യം നമുക്ക് തന്നിട്ടുള്ളത് 2017 അങ്ങനെ ചേഞ്ച് വന്നിട്ടുണ്ട്. കുട്ടികൾ ശ്രദ്ധിക്കുക. ഇപ്പം തന്നെ നോട്ട് ചെയ്യുക കേട്ടോ. ആദ്യം തന്നിട്ടുള്ള ഇയർ 2017, രണ്ടാമത് തന്നിട്ടുള്ള ഇയർ എന്ന് പറയുന്നത് എത്രയാണ്? 2016. അപ്പോൾ അത് പ്രത്യേകിച്ച് തന്നെ കുട്ടികൾ ശ്രദ്ധിക്കുക. ഇനി റീറ്റേൺഡ് ഏർണിങ്സ് ഓഫ് ദ കമ്പനി ആസ് ഓൺ 31 March 2015 വേർ ₹423 lakhs ആണ് പറഞ്ഞിട്ടുള്ളത്. 423 lakhs. അപ്പോൾ ഇത് നേരത്തെ തന്നിട്ടില്ല. അപ്പോൾ ഇതിനെന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാവും. താഴെ പ്രസൻറ്റ് ദ ചേഞ്ച് ഇൻ അക്കൗണ്ടിംഗ് പോളിസി ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ ഇയർ 2015-16 ആൻഡ് 16-17. അതായത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്ത പോലെ. ആൻഡ് പ്രൊഡ്യൂസ് ആൻ എക്സ്ട്രാക്റ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി ഇൻ അക്കോർഡൻസ് വിത്ത് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 8. പിന്നെ മാത്രമല്ല സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിയുടെ ഒരു എക്സ്ട്രാക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും വേണം. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? സൊല്യൂഷൻ്റെ ഭാഗമായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കാം. സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കുമ്പോൾ കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ കോളം 16-17 ആണ്.
അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താൻ. രണ്ടാമത്തെ കോളം എന്ന് പറയുന്നതാണ് 15-16 ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് 16-17 എടുക്കേണ്ടത്. 16-17 നോക്കുമ്പോൾ നമുക്കറിയാം ആദ്യത്തെ വർഷം 16 19 lakhs ഉണ്ടായിരുന്നത് 17 ആയപ്പോൾ 28 lakhs ആയിട്ട് ഇൻക്രീസ് ചെയ്തു അല്ലേ. 19 29 ലക്ഷമായിട്ട് ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ അവിടെ 9 ലക്ഷത്തിൻ്റെ ഡിഫറൻസ് വന്നു അല്ലേ. അപ്പോൾ കോസ്റ്റ് ഓഫ് സെയിൽസ് സ്വാഭാവികമായിട്ടും ഇവിടെ ഇൻക്രീസ് ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. നേരത്തെ ഡിക്രീസ് ചെയ്തപ്പോൾ കോസ്റ്റ് ഓഫ് സെയിൽസ് കൂടി. അതുപോലെ ഇവിടെ എന്ത് ചെയ്യുന്നു, ഇൻവെൻട്രിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്തപ്പോൾ കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. അതായത് നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് കൂടും. കോസ്റ്റ് ഓഫ് സെയിൽസ് 9 ലക്ഷം ഇൻക്രീസ് ചെയ്താൽ ഗ്രോസ് പ്രോഫിറ്റ് 9 ലക്ഷം കൂടും അല്ലേ. കോസ്റ്റ് ഓഫ് സെയിൽസ് ഡിക്രീസ് ചെയ്താൽ ഗ്രോസ് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യും അല്ലേ, 9 ലക്ഷമായിട്ട് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം 2016-17 എന്നുള്ള ആദ്യത്തെ രണ്ടാമത്തെ വർഷമാണ്, അത് ആദ്യമായിട്ടാണ് തന്നിട്ടുള്ളത്. 324 324 ലക്ഷമാണുള്ളത്. അതിൽ കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് പറയുന്നത് 173 ലക്ഷമാണ്. അതിൽ നമുക്ക് എന്ത് ചെയ്യാം, 9 ലക്ഷം കൂട്ടാം അല്ലേ. 9 ലക്ഷം അതിൽ നിന്ന് കുറയാണ് ചെയ്യുക. അപ്പോൾ 173 നിന്ന് 9 ലക്ഷം കുറയ്ക്കുമ്പോൾ 164 ലക്ഷമാണ് നമ്മുടെ എന്തായിട്ട് വരുന്നത്, കോസ്റ്റ് ഓഫ് സെയിൽസ് ആയിട്ട് വരുന്നത്. കുറയ്ക്കുമ്പോൾ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് നേരത്തെ 151 9 ലക്ഷം കൂടി 160 ലക്ഷം വരും അല്ലേ. എക്സ്പെൻസ് കുറയ്ക്കുമ്പോൾ വീണ്ടും എന്താണ്, പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യും. അതേപോലെ തന്നെ എന്താണ് 2015-16 കാലഘട്ടത്തിലും ഇതേപോലെ തന്നെ അത് നോക്കുക നിങ്ങൾ. 12 ലക്ഷമുള്ളത് 19 ലക്ഷമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇൻക്രീസ് വന്നിട്ടുള്ളത് ഡിഫറൻസ് ബിറ്റ്വീൻ 2015 and 16 ഡിഫറൻസ് വന്നിട്ടുള്ളത് 7 lakhs ആണ്. അപ്പോൾ 296 ആണ് അവിടെ ഉള്ളത്. അതിൽ നിന്ന് കുറയ്ക്കേണ്ട എമൗണ്ട് 164 ആണ്. 164-ൽ നിന്ന് 7 lakhs നമ്മൾ എന്ത് ചെയ്യുന്നു, കുറയ്ക്കുന്നു. അപ്പോൾ 157 lakhs കിട്ടും. അത് കുറയ്ക്കുമ്പോൾ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 139 lakhs ആണ്. ആ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എക്സ്പെൻസ് സാധാരണ പോലെ 74 lakhs കുറയ്ക്കുക. അപ്പോൾ പ്രോഫിറ്റ് കിട്ടും. പ്രോഫിറ്റ് എത്രയാണ്, 65 lakhs ആണ് നമ്മുടെ പ്രോഫിറ്റ്. അപ്പോൾ അതവിടെ എഴുതി വയ്ക്കുക. ഇത് നമുക്കറിയാം. ഒറ്റ കാര്യം മാത്രം കുട്ടികൾ ഇനിയിപ്പോൾ അറിയാത്തവർ ബൈ ഹാർട്ട് പഠിച്ചോളൂ. എന്താണ്, ഇൻക്രീസ് വരികയാണെങ്കിൽ എന്താണ്, നമ്മുടെ കോസ്റ്റ് ഓഫ് സെയിൽസ് കുറയും. ഇൻക്രീസ് ഓഫ് ഇൻവെൻട്രി വരികയാണെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസ് കുറയും. ഡിക്രീസ് ഓഫ് ഇൻവെൻട്രി വരികയാണെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസ് കൂടും കേട്ടോ. അത് പഠിച്ച് വയ്ക്കുക. അടുത്തത് ഇതിലൊരു സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്, എക്സ്ട്രാക്റ്റ് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുട്ടികളെ ഹെഡിങ് കൊടുക്കുക, എക്സ്ട്രാക്റ്റ് ഓഫ് ചേഞ്ചസ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി. എക്സ്ട്രാക്റ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി എന്ന് പറയുമ്പോൾ ഇക്വിറ്റിയുടെ ഒരു പോയിൻ്റ് തന്നെയാണ്. പക്ഷേ ഇവിടെ ഒറ്റ കാര്യം മാത്രമേ എഴുതാനുള്ളൂ. നേരത്തെ നമ്മൾ ചേഞ്ചസ് ഓഫ് ഇക്വിറ്റി പഠിച്ചിട്ടുണ്ട്. അവിടെ എന്തൊക്കെ എഴുതും, ഷെയർ ക്യാപിറ്റൽ എഴുതും, അതുപോലെ തന്നെ എന്താണ് റീറ്റേൺഡ് ഏണിങ്സ് എഴുതും, അതുപോലെ തന്നെ സെക്യൂരിറ്റി പ്രീമിയം എഴുതും. അങ്ങനെ 4-5 ഹെഡുകൾ അവിടെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് റീറ്റേൺഡ് ഏണിങ്സ് മാത്രമേ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് 2015 റീറ്റേൺഡ് ഏണിങ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ ആദ്യം തന്നെ എഴുതുക റീറ്റേൺഡ് ഏണിങ്സ് ആസ് പെർ എന്താണ് ആസ് ഗിവൺ എന്ന് പറഞ്ഞ് 1 April 2016 റീറ്റേൺഡ് ഏണിങ്സ് എഴുതുക. ദാറ്റ് ഈസ് 423. ഇനി എന്ത് ചെയ്യുക, ചേഞ്ച് ഇൻ ഇൻവെൻട്രി വാല്യുവേഷൻ പോളിസി എന്ന് പറഞ്ഞ്, ചേഞ്ച് ഇൻ ഇൻവെൻട്രി വാല്യുവേഷൻ പോളിസി എന്ന് പറഞ്ഞ ഭാഗമായിട്ട് 2015 തന്നെ നമുക്ക് ആദ്യം തന്നിട്ടുണ്ട് 12 ലക്ഷം രൂപയാണ് നമുക്ക് കുറവ് വന്നിട്ടുള്ളത്. ആ 12 lakh നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യാം അല്ലേ. നമുക്ക് സ്വാഭാവികമായിട്ടും ചേഞ്ച് ഇൻ ഇൻവെൻട്രി പോളിസിയുടെ ഭാഗമായിട്ട് വന്നാൽ, ഇൻക്രീസ് വന്നാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ റീറ്റേൺഡ് ഏണിങ്സിൽ ഒരു ചേഞ്ച് വരും. അപ്പോൾ 423-ൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്തു, 12 ലക്ഷം കൂടി കൂട്ടി. അപ്പോൾ 435 ആണ്. അത് റീസ്റ്റേറ്റഡ് ആണ്. അപ്പോൾ 2016 1 April നമുക്ക് തന്നത് 423 ലക്ഷം രൂപയാണ്. അത് എന്ന് പറയുന്നത് കഴിഞ്ഞ തൊട്ട് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള 2015 31 നമുക്കറിയാലോ, നേരത്തെ പഠിച്ചോളൂ. തൊട്ട് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ റെട്രോസ്പെക്റ്റീവ് ആയിട്ട് എഫക്റ്റിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ചേഞ്ച് ഇൻ ഇൻവെൻട്രി പോളിസി 12 lakh നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു, ആഡ് ചെയ്തു. അപ്പോൾ 1 April 2016 നമ്മൾ റീസ്റ്റേറ്റ്മെൻറ്റ് നടത്തി, റീസ്റ്റേറ്റ് ചെയ്തു. അത് 435 ലക്ഷം രൂപയാണ്. ഇനി എന്ത് ചെയ്യുക, പ്രോഫിറ്റ് ഫോർ 2015-16 പ്രോഫിറ്റിൽ മാറ്റം വന്നിട്ടുണ്ട്. എത്രയാണ് പ്രോഫിറ്റിൽ മാറ്റം വന്നിട്ടുള്ളത്? 15-16 പുതിയ സ്റ്റേറ്റ്മെൻറ്റ് അനുസരിച്ച് 65 ലക്ഷം രൂപയാണ്. അത് ആഡ് ചെയ്യുക. അപ്പോൾ 31 March അതായത് 2015-16 പ്രോഫിറ്റ് കൂടി ആഡ് ചെയ്യുമ്പോൾ 1 April 2016 റീസ്റ്റേറ്റഡ് വന്നത് അല്ലേ. 1 April 2016 റീസ്റ്റേറ്റഡ് വന്നു 435.
അതിനോടുകൂടി പ്രോഫിറ്റ് ഫോർ 2015-16 നമ്മൾ 65 lakhs ആഡ് ചെയ്തു. അപ്പോൾ 31st March 2016 നമുക്ക് 500 rupees ബാലൻസ് ആയിട്ട് കിട്ടിയത്. അതിനോടുകൂടി വീണ്ടും നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൽ ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ള പുതിയ പ്രോഫിറ്റ് 2017 പ്രോഫിറ്റ് ആഡ് ചെയ്യുക. പ്രോഫിറ്റ് ആസ് ഓൺ 31st March 2017 എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക, 77 lakhs പുതിയ പ്രോഫിറ്റ് നമുക്ക് കിട്ടിയത്, അത് ആഡ് ചെയ്യുക. അപ്പോൾ ടോട്ടൽ റീറ്റേൺഡ് ഏണിങ്സ് ദാറ്റ് ഈസ് 577 lakhs, 577 ലക്ഷമാണ്. അവിടെ എഴുതുക എന്താണ്, റീറ്റേൺഡ് ഏണിങ്സ് ആസ് ഓൺ 31st March 2017. അപ്പോൾ ഇതും കുട്ടികൾ നന്നായിട്ട് നോക്കുക കേട്ടോ. അടുത്ത ഹെഡിങ് എന്ന് പറയുന്നത് ഇൻ്ററിം ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഇൻഡ് AS 34 ആണ്. ഇൻ്ററിം ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ ബിറ്റ്വീൻ എ ഫിനാൻഷ്യൽ ഇയർ റിപ്പോർട്ട് തന്നെയാണ് ഇൻ്ററിം ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. അത് ക്വാർട്ടർലി ആവാം, അതിനെന്താണ് നമുക്ക് ഹാഫ് ഇയർലി ആവാം, ഒക്കെ ആവാം കേട്ടോ. എന്താ നോക്കാം നമുക്ക്. ഇൻ്ററിം ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഈസ് ദ റിപ്പോർട്ടിംഗ് ഫോർ പീരീഡ്സ് ഓഫ് ഷോർട്ടർ ദാൻ എ ഫുൾ ഫിനാൻഷ്യൽ ഇയർ അല്ലേ. അപ്പോൾ ഇൻ്ററിം ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് എ റിപ്പോർട്ട് ഓഫ് എന്താണ്, ഷോർട്ടർ പീരീഡ് ദാൻ എ ഫുൾ ഫിനാൻഷ്യൽ ഇയർ. ഒരു ഫുൾ ഫിനാൻഷ്യൽ ഇയറിനേക്കാളും ചെറിയ പീരീഡിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിനെയാണ് എന്തായിട്ട് പറയുന്നത്, ഇൻ്ററിം ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. ജനറലി ഫോർ എ പീരീഡ് ഓഫ് 3 months ഓർ ക്വാർട്ടർലി റിസൾട്ട്സ് അല്ലേ, 3 മാസം അല്ലെങ്കിൽ ക്വാർട്ടർലി ആയിട്ടുള്ള റിസൾട്ടാണ് സാധാരണഗതിയിൽ ഇൻ്ററിം റിപ്പോർട്ടായിട്ട് കമ്പനികൾ പുറത്തിറക്കുന്നത്. ഇനി ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണ്? ഒബ്ജക്റ്റീവ് നോക്കാം നമുക്ക്. പ്രിസ്ക്രൈബ് ദ മിനിമം കണ്ടൻറ്റ് ഓഫ് ആൻ ഇൻ്ററിം ഫിനാൻഷ്യൽ റിപ്പോർട്ട്. അതിൻ്റെ ഈ ഇൻഡ് AS 34 ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ പ്രിസ്ക്രൈബ് ദ മിനിമം കണ്ടൻറ്റ് ഓഫ് ആൻ ഇൻ്ററിം ഫിനാൻഷ്യൽ റിപ്പോർട്ട്. ഒരു ഇൻ്ററിം ഫിനാൻഷ്യൽ റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കേണ്ട മിനിമം കണ്ടൻറ്റ് പ്രിസ്ക്രൈബ് ചെയ്യുക. ഇന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്യണമെന്ന് പ്രിസ്ക്രൈബ് ചെയ്യുക, ഒന്നാമത്തെ പോയിൻറ്റ്. 2, പ്രിസ്ക്രൈബ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് റെക്കഗ്നിഷൻ, പ്രിൻസിപ്പിൾസ് ഫോർ റെക്കഗ്നിഷൻ ആൻഡ് മെഷർമെൻറ്റ് ഇൻ കംപ്ലീറ്റ് ഓർ കണ്ടൻസ്ഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഫോർ ആൻ ഇൻ്ററിം പീരീഡ്. അതിനെ എന്ത് ചെയ്യുക, അതിൻ്റെ പ്രിൻസിപ്പിൾസ് ഫോർ റെക്കഗ്നിഷൻ ആൻഡ് മെഷർമെൻറ്റ്, അതിലേക്ക് റെക്കഗ്നൈസ് ചെയ്യേണ്ട ഐറ്റംസ് അല്ലെങ്കിൽ ഐറ്റംസ് എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യും, എങ്ങനെ മെഷർ ചെയ്യും, അത് കംപ്ലീറ്റോ അല്ലെങ്കിൽ കണ്ടൻസ്ഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലേക്ക് ഇൻ്ററിം പീരീഡിലേക്ക് എങ്ങനെ നമ്മൾ അത്തരം കാര്യങ്ങൾ പ്രിസ്ക്രൈബ് ചെയ്യുക. Then timely and reliable interim financial reporting improves the ability of investors, creditors and others to understand an entity's capacity to generate earnings and cash flows and its financial condition and liquidity. അതായത് ടൈംലി ആൻഡ് റിലയബിൾ ഇൻ്ററിം ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ത് ചെയ്യുന്നു, ഒരു കമ്പനിയുടെ എബിലിറ്റി അല്ലേ, അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിൻ്റെ, ക്രെഡിറ്റേഴ്സിൻ്റെ, അതുപോലെ തന്നെ മറ്റ് ഉള്ള ആളുകളുടെ എല്ലാവരുടെയും തന്നെ എന്താണ് അവരുടെ എബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നു. അതുപോലെ തന്നെ ആ എൻറ്റിറ്റിയുടെ കപ്പാസിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നു അല്ലേ. അതുകൊണ്ട് കൂടുതൽ ക്യാഷ് ഫ്ലോസ് ഒക്കെ വരാം. നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന സിസ്റ്റം അനുസരിച്ച് മിക്ക കമ്പനികളും എന്ത് ചെയ്യുന്നു, ഈ ഇൻ്ററിം ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് പുറത്തു വിടുന്നു. അത് നോക്കി നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, ഇൻവെസ്റ്റേഴ്സ് പോലെയുള്ള ആളുകൾ. അതുപോലെ തന്നെ അവരുടെ എന്താണ് ഈ ക്വാർട്ടർലി അല്ലെങ്കിൽ 3 months റിപ്പോർട്ടിൽ പുറത്തു വരുന്ന ഡീറ്റെയിൽസ് അനുസരിച്ചിട്ട് തന്നെ ആ അവരുടെ ഷെയർ വാല്യൂവിൽ ഉണ്ടായിരിക്കുന്ന റിഫ്ലക്ഷൻസ് നമുക്ക് മാർക്കറ്റിൽ കാണാവുന്നതാണ്. പേപ്പർ ന്യൂസിലൊക്കെ അത് വരാറുള്ളതാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്കറിയാം. ഇനി ഇതിൻ്റെ സ്കോപ്പ് എന്താണെന്ന് നോക്കാം. ദ സ്റ്റാൻഡേർഡ് ഡസ് നോട്ട് മാൻഡേറ്റ്. ഈ സ്റ്റാൻഡേർഡ് കൃത്യമായിട്ടും പറയുന്നത് എന്താണ്, മാൻഡേറ്ററി അല്ലാത്ത ചില കാര്യങ്ങളുണ്ട്. വിച്ച് എൻറ്റിറ്റീസ് ഷുഡ് ബി റിക്വയർഡ് ടു പബ്ലിഷ് ഇൻ്ററിം ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ്. അത് കൃത്യമായിട്ട് ഇൻ്ററിം ഫിനാൻഷ്യൽ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നതിന് മാൻഡേറ്ററി ഒന്നുമില്ല. പക്ഷേ ഹൗ ഫ്രീക്വൻ്റ്ലി, ഹൗ സൂൺ എന്നുള്ള കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് പറയുന്നില്ല. അതായത് 3 മാസം കൂടുമ്പോൾ വേണം, അല്ലെങ്കിൽ ക്വാർട്ടർലി വേണം, ഹാഫ് ഇയർലി വേണം എന്നൊന്നും പറയുന്നില്ല. ഹവർ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് റെഗുലേറ്റേഴ്സ്, സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആൻഡ് അക്കൗണ്ടൻസി ബോഡീസ് ഓഫൺ റിക്വയർ എൻറ്റിറ്റീസ് ഹൂസ് ഡെപ്റ്റ് ഓർ ഇക്വിറ്റി സെക്യൂരിറ്റീസ് ആർ പബ്ലിക്ലി ട്രേഡഡ് ടു പബ്ലിഷ് ഇൻ്ററിം ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ്. പക്ഷേ ഗവൺമെൻറ്, സെക്യൂരിറ്റീസ് റെഗുലേറ്റേഴ്സ്, സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്, അക്കൗണ്ടൻസി ബോഡീസ് ഇവരൊക്കെ എന്ത് ചെയ്യുന്നു, ഗവൺമെൻറ് ഇവരൊക്കെ എന്ത് ചെയ്യുന്നു, ഇവർ നിർബന്ധമായിട്ടും അവരെന്ത് ചെയ്യുന്നു, ഇൻ്ററിം ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് പബ്ലിഷ് ചെയ്യണം എന്ന് കമ്പനികളെ എന്ത് ചെയ്യുന്നു, നിർബന്ധിക്കുന്നു. ദിസ് സ്റ്റാൻഡേർഡ് അപ്ലൈസ് ഇഫ് ആൻ എൻറ്റിറ്റി ഈസ് റിക്വയർഡ് ഓർ എലക്ട്സ് ടു പബ്ലിക്
പബ്ലിഷ് ആൻ ഇൻ്ററിം ഫിനാൻഷ്യൽ റിപ്പോർട്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. ഈ സ്റ്റാൻഡേർഡ് അപ്ലൈ ചെയ്യുന്ന ആർക്കാണ്? ഇങ്ങനെ തീരുമാനിക്കില്ലേ, ഇങ്ങനെ എന്താ പറയുക, ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് ഇൻ്ററിം ഫിനാൻഷ്യൽ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്ന കമ്പനികൾക്കാണ് എന്ത് എഫക്റ്റീവായിട്ടുള്ളത്, ഈ സ്റ്റേറ്റ്മെൻറ്റ്, ഈ സ്കോപ്പ്, ഇതിൻ്റെ ഇന്ത്യൻ IAS 34 എഫക്റ്റീവായിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഇൻ്ററിം ഫിനാൻഷ്യൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഇൻ്ററിം ഫിനാൻഷ്യൽ റിപ്പോർട്ട് മീൻസ് എ ഫിനാൻഷ്യൽ റിപ്പോർട്ട് containing either a complete set of financial statements. ഇൻ്ററിം ഫിനാൻഷ്യൽ റിപ്പോർട്ട് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ എന്താണ്, ഒന്ന് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1 അനുസരിച്ചിട്ടുള്ള ഒരു കംപ്ലീറ്റ് സെറ്റ്, അതായത് എന്താണ്, ബാലൻസ് ഷീറ്റ്, P&L അക്കൗണ്ട്, SOPL, SOFP, SOCE, ക്യാഷ് ഫ്ലോ, ഇതൊക്കെ അനുസരിച്ചുള്ള ഒരു കംപ്ലീറ്റ് സെറ്റ്, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓർ സെറ്റ് ഓഫ് കണ്ടൻസ്ഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, അതല്ലെങ്കിൽ നമ്മുടെ സാധാരണ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഉള്ള കണ്ടൻസ്ഡ് സെറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ഒരു ഇൻ്ററിം പീരീഡിലേക്കുള്ള ഒരു എന്താ പറയുക കണ്ടൻസ്ഡ് സ്റ്റേറ്റ്മെൻറ്റ് വേണമെങ്കിൽ പ്രിപ്പയർ ചെയ്യാം. ഇനി ഇൻ്ററിം പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ ഇയറിന് താഴെയുള്ള ഏത് പീരീഡും എന്താണ്, ഇൻ്ററിം പീരീഡാണ് കേട്ടോ. അപ്പോൾ ഇത് വ്യക്തമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഒന്നുകൂടി പറയേണ്ട ആവശ്യമില്ല എന്നുള്ള തോന്നലാണ്, കാരണം ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ്. ഇനി മിനിമം കമ്പോണൻസ് ഓഫ് ആൻ ഇൻ്ററിം ഫിനാൻഷ്യൽ റിപ്പോർട്ട് എന്തൊക്കെയായിരിക്കും മിനിമം കമ്പോണൻസ്? ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ടൈംലിനെസ് ആൻഡ് കോസ്റ്റ് കൺസിഡറേഷൻസ് ആൻഡ് ടു അവോയ്ഡ് റിപ്പീറ്റേഷൻ ഓഫ് ഇൻഫർമേഷൻ പ്രീവിയസ്ലി റിപ്പോർട്ടഡ്, an entity may be required or may elect to provide less information at interim dates are compared with its annual financial statements. This standard defines the minimum content of an interim financial report as including condensed financial statements and selected explanatory notes. The interim financial report is intended to provide an update on the latest complete set of annual financial statements. അപ്പോൾ ഇൻ്ററിം ഫിനാൻഷ്യൽ റിപ്പോർട്ട് എന്ന് പറയുന്നത് അത് എന്താണ്, വളരെ എന്താണ് ഇൻഫോർമേറ്റീവായിട്ട് കരുതുന്നതിന് വേണ്ടി അത് പ്രീവിയസ് റിപ്പോർട്ട്സിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആവാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. അതിൻ്റെ ഇൻഫർമേഷൻസ് മുഴുവൻ കൊടുക്കാതെ ഇൻ്ററിം ഡേറ്റിലുള്ള ആനുവൽ സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞുള്ള ഇൻ്ററിം ഡേറ്റിലുള്ള കാര്യങ്ങൾ അത് ആനുവൽ സ്റ്റേറ്റ്മെൻറ്റായിട്ട് കമ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യണം, അത് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മനസ്സിലായല്ലോ? മാത്രമല്ല എന്താണ്, ചില കണ്ടൻസ്ഡ് ബാലൻസ് ഷീറ്റിൻ്റെ കൂടെ എന്താണ്, ചില എക്സ്പ്ലനേറ്ററി നോട്ട്സായിട്ടും ഇത് പ്രസൻറ്റ് ചെയ്യാം. ദ ഇൻ്ററിം ഫിനാൻഷ്യൽ റിപ്പോർട്ട് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് എ റിപ്പോർട്ട് ഈസ് ഇൻറ്റൻഡഡ് ടു പ്രൊവൈഡ് ആൻ അപ്ഡേറ്റ്, അതൊരു അപ്ഡേറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ട ഇൻഫർമേഷനാണ് ഓൺ ദ ലേറ്റസ്റ്റ് കംപ്ലീറ്റ് സെറ്റ് ഓഫ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. Accordingly, it focuses on new activities, events and circumstances and does not duplicate information previously reported. അതുപോലെ തന്നെ എന്താണ്, പുതിയ ലേറ്റസ്റ്റ് കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വേണമെന്ന് മാത്രമല്ല, അതിനോടൊപ്പം തന്നെ ഇറ്റ് ഫോക്കസസ് ഓൺ ന്യൂ ആക്ടിവിറ്റീസ്, പുതിയ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, ഈവൻറ്റ്സ് എന്തൊക്കെയാണ്, ആൻഡ് സർക്കംസ്റ്റാൻസസ് ആൻഡ് ഡസ് നോട്ട് ഡ്യൂപ്ലിക്കേറ്റ് ഇൻഫർമേഷൻ പ്രീവിയസ്ലി റെക്കോർഡഡ്. നേരത്തെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് അത് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് എഴുതാതെ പുതിയ പ്രോജക്റ്റുകൾ എന്തൊക്കെയാണ്, പുതിയ ഇവൻറ്റ്സ് എന്തൊക്കെയാണ്, പുതിയ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. Nothing in this standard is intended to prohibit or discourage an entity from publishing a complete set of financial statements. അല്ലേ? പക്ഷേ ഇവിടെ ഒരു കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടാന്നോ അത് പ്രൊഹിബിറ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒന്നും തന്നെ എന്തിലില്ല, ഇവിടുത്തെ സ്റ്റാൻഡേർഡിലില്ല. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, റിപ്പീറ്റേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ വരാൻ പാടില്ല. ഇനി ഒന്ന്, അങ്ങനെ ഇൻ്ററിം ഫിനാൻഷ്യൽ റിപ്പോർട്ട് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നെ ഒരു ഫുൾ സെറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിർബന്ധമായിട്ടും ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1 കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്തിരിക്കണം, ഫോളോ ചെയ്തിരിക്കണം കേട്ടോ. ആൻ ഇൻ്ററിം ഫിനാൻഷ്യൽ റിപ്പോർട്ട് ഷാൾ ഇൻക്ലൂഡ് അറ്റ് എ മിനിമം ദ ഫോളോയിങ് കമ്പോണൻറ്റ്സ്. ഇനി പറയുന്നത് എന്താ, അങ്ങനെ ഒരു ഇൻ്ററിം റിപ്പോർട്ട് നമ്മൾ പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും മിനിമം ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. കണ്ടൻസ്ഡ് ബാലൻസ് ഷീറ്റ് കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. കണ്ടൻസ്ഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, കണ്ടൻസ്ഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി, കണ്ടൻസ്ഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോസ് ആൻഡ് സെലക്റ്റഡ് എക്സ്പ്ലനേറ്ററി നോട്ട്സ്. കണ്ടൻസ്ഡ് ബാലൻസ് ഷീറ്റ് അല്ലേ, കമ്പയറബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. കണ്ടൻസ്ഡ് ബാലൻസ് ഷീറ്റ്, കണ്ടൻസ്ഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് P&L,
എന്താണ് കണ്ടൻസ്ഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി, കണ്ടൻസ്ഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോസ് ഒക്കെ കമ്പയർ ചെയ്യണം പ്രീവിയസ് ആയിട്ട്. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി എന്ത് ചെയ്യണം? വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള എക്സ്പ്ലനേറ്ററി നോട്ട്സും അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. ഇനി ഫോം ആൻഡ് കണ്ടൻറ് ഓഫ് ഇൻ്ററിം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. എന്താണ് ഇൻ്ററിം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കണ്ടൻറ് എന്താണെന്ന് നോക്കാം നമുക്ക്. നേരത്തെ ഞാൻ പറഞ്ഞെന്താണ്, ഒരു ഫുൾ സെറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ അതിൻ്റെ കണ്ടൻറ്റിനെ പറ്റി നോക്കേണ്ട കാര്യമില്ല. കാരണം ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1 അനുസരിച്ച് പ്രസൻറ്റേഷൻ അനുസരിച്ച് കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവണം. അതാണ് സിറ്റുവേഷൻ 1. അപ്പോൾ കണ്ടൻറ് ഓഫ് ഇൻ്ററിം ഫിനാൻഷ്യൽ റിപ്പോർട്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഫുൾ സെറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പബ്ലിഷ് ചെയ്യുന്നു. അങ്ങനെ പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ അവിടെ വേറെ ഒന്നുമില്ല, AS1 എന്ന് പറയുന്ന ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് പൂർണ്ണമായി എന്ത് ചെയ്യണം? നമുക്ക് നടപ്പിലാക്കേണ്ടി വരും. ഇനി സിറ്റുവേഷൻ 2 എന്ന് പറയുന്നത്, ഇഫ് എൻ എൻറ്റിറ്റി പബ്ലിഷസ് a set of condensed financial statements in its interim financial report, those condensed statements shall include at a minimum എന്നുള്ള രീതിയിലാണെങ്കിൽ, അതായത് എന്താണ്, ഒരു കുറച്ച് സെറ്റ് ഓഫ് കണ്ടൻസ്ഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് മാത്രമേ, ഒരു ഫുൾ സെറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നില്ല എങ്കിൽ അതിൽ കൃത്യമായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഈച്ച് ഓഫ് ദ ഹെഡിങ്സ് ആൻഡ് സബ് ടോട്ടൽസ് ദാറ്റ് വെർ ഇൻക്ലൂഡഡ് ഇൻ ഇറ്റ്സ് മോസ്റ്റ് റീസെൻറ്റ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അതായത് അതിൻ്റെ ഹെഡിങ്ങും സബ് ടോട്ടലൊക്കെ എന്ത് ചെയ്യണം? ഇൻക്ലൂഡ് ചെയ്യണം. അതിൻ്റെ തൊട്ട് മുൻപുള്ള റീസെൻ്റ് ആയിട്ടുള്ള ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? അത് റെക്കോർഡ് ചെയ്യണം. ദ സെലക്റ്റഡ് എക്സ്പ്ലനേറ്ററി നോട്ട്സ് ആസ് റിക്വയർഡ് ബൈ ദി സ്റ്റാൻഡേർഡ്, അല്ലേ? അതിന് സെലക്ട് ചെയ്യപ്പെട്ട എക്സ്പ്ലനേറ്ററി നോട്ട്സ്, ഈ സ്റ്റാൻഡേർഡുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പ്ലനേറ്ററി നോട്ട്സ് ഉണ്ടായിരിക്കണം. അഡീഷണൽ ലൈൻ ഐറ്റംസ് ഓർ നോട്ട്സ് ഷാൾ ബി ഇൻക്ലൂഡഡ് ഇഫ് ദെയർ ഒമിഷൻ വുഡ് മേക്ക് ആൻഡ് കണ്ടൻസ്ഡ് ഇൻ്ററിം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് മിസ്ലീഡിങ്. അതായത് ഏതെങ്കിലും ചില ഐറ്റംസ് മാത്രം എടുത്തു പറയാം, ചിലത് വിട്ട് കളയാം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അത് അഡീഷണൽ ലൈൻ ഐറ്റംസോ മറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നമുക്ക് എന്താണ്, ഒരു മിസ്ലീഡിങ്ങിനെ നയിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്, കൃത്യമായിട്ട് അത് കണ്ടൻസ് ചെയ്യണം. In the statement that presents the components of profit or loss for an interim period, an entity shall present a basic and diluted earnings per share for that period when the entity is within the scope of Indian AS 33. അതായത് സാധാരണഗതിയിൽ കണ്ടൻസ്ഡ് P&L അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തായാലും ആ എൻറ്റിറ്റി എന്ത് പ്രസൻറ്റ് ചെയ്യണം? ബേസിക് ആൻഡ് ഡയലൂട്ടഡ് EPS കൃത്യമായിട്ട്, ഏണിങ്സ് പെർ ഷെയർ നേരത്തെ നമ്മൾ പഠിച്ചതാണ്, അത് കൃത്യമായിട്ട് അവിടെ പ്രസൻറ്റ് ചെയ്യണം. ഇനി സിഗ്നിഫിക്കൻസ് ഓഫ് ഇവൻറ്റ്സ് ആൻഡ് ട്രാൻസാക്ഷൻസ് ആണ്. എന്തൊക്കെ നോക്കാം നമുക്ക്. ദ ഫോളോയിങ് ഈസ് ദ ലിസ്റ്റ് ഓഫ് ഇവൻറ്റ്സ് ആൻഡ് ട്രാൻസാക്ഷൻസ് ഫോർ വിച്ച് ഡിസ്ക്ലോഷർ വുഡ് ബി റിക്വയർഡ് ഇഫ് ദേ ആർ സിഗ്നിഫിക്കൻറ്റ്. ഇനി ചില കേസുകളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചില ഡിസ്ക്ലോഷേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഒന്ന്, ദ റൈറ്റ് ഡൗൺ ഓഫ് ഇൻവെൻറ്ററീസ് ടു നെറ്റ് റിയലൈസബിൾ വാല്യൂ ആൻഡ് റിവേഴ്സൽ ഓഫ് സച്ച് റൈറ്റ് ഡൗൺ. ഇനി അത് കൃത്യമായിട്ട് കാണിക്കേണ്ട എന്തൊക്കെയാണെന്ന് നോക്കാം. റൈറ്റ് ഡൗൺ ഓഫ് ഇൻവെൻട്രീസ് റൈറ്റ് ഡൗൺ ചെയ്യുക. ഏതിൽ? NRVയിൽ, നെറ്റ് റിയലൈസബിൾ വാല്യൂവിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടോ അത് ചെയ്യുക. ഇനി അതിൻ്റെ റിവേഴ്സൽ, വെറും റൈറ്റ് ഓഫ് മാത്രമല്ല, അതിൻ്റെ റിവേഴ്സൽ ഉണ്ടെങ്കിൽ അതും കൊടുക്കുക. B പോയിൻ്റ്, റെക്കഗ്നീഷൻ ഓഫ് എ ലോസ് ഫ്രം ദ ഇമ്പയർമെൻറ്റ് ഫിനാൻഷ്യൽ അസറ്റ്സ്, property, plant and equipment, intangible assets arising from contracts, other assets, reversal of such impairment loss. അതായത് എന്തെങ്കിലും ഇമ്പയർമെൻറ്റ് ലോസോ അല്ലെങ്കിൽ വെറും ലോസോ അല്ലെങ്കിൽ എന്താണ് ഇമ്പയർമെൻറ്റ് ലോസ്, മുഖ്യമായിട്ട് ഇമ്പയർമെൻറ്റ് ലോസ് തന്നെ പറഞ്ഞാൽ മതി. ഇമ്പയർമെൻറ്റ് ലോസ് ഉണ്ടാവുന്നത് ഫിനാൻഷ്യൽ അസറ്റോ PPEയിലോ അല്ലെങ്കിൽ എന്താണ് ഇൻടാഞ്ചിബിൾ അസറ്റ്സിലോ അല്ലെങ്കിൽ മറ്റ് കോൺട്രാക്റ്റ് അസറ്റിലോ ഒക്കെ ഇമ്പയർമെൻറ്റ് ലോസ് ഉണ്ടെങ്കിൽ അത്. ദെൻ എന്താണ് റിവേഴ്സൽ ഓഫ് സച്ച് ഇമ്പയർമെൻറ്റ് ലോസ്, അത് റിവേഴ്സൽ ഉണ്ടെങ്കിൽ അത്. C പോയിൻ്റ്, ദ റിവേഴ്സൽ ഓഫ് എനി പ്രൊവിഷൻസ് ഫോർ ദ കോസ്റ്റ് ഓഫ് റീസ്ട്രക്ചറിങ്, ഏതെങ്കിലും റീസ്ട്രക്ചറിങ് കോസ്റ്റിൻ്റെ റിവേഴ്സൽ വന്നിട്ടുണ്ടോ. അടുത്തത് അക്വസിഷൻസ് ആൻഡ് ഡിസ്പോസൽ ഓഫ് ഐറ്റം ഓഫ് പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്, ഏതെങ്കിലും PPEയിൽ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിൽ ഏതെങ്കിലും ഐറ്റം നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടോ, ഏതെങ്കിലും ഐറ്റം നമ്മൾ സെയിൽ നടത്തിയിട്ടുണ്ടോ, അക്വസിഷൻ നടത്തിയിട്ടുണ്ടോ, ഡിസ്പോസൽ നടത്തിയിട്ടുണ്ടോ. കമ്മിറ്റ്മെൻറ്റ് ഫോർ ദ പർച്ചേസ് ഓഫ് പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്, PPE എന്നുള്ള ഐറ്റത്തിൽ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനുള്ള കമ്മിറ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടോ, വിൽക്കാനുള്ള കമ്മിറ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടോ അത്. ലിറ്റിഗേഷൻ സെറ്റിൽമെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ അത്. കറക്ഷൻ ഓഫ്
പ്രയർ പീരീഡ് എറേഴ്സ്, മുൻപത്തെ എറേഴ്സ് എന്തെങ്കിലും കറക്ഷൻ നടത്തിയിട്ടുണ്ടോ അത്. എച്ച് പോയിൻ്റ് ചേഞ്ചസ് ഇൻ ബിസിനസ് ഓർ ഇക്കണോമിക് സർക്കംസ്റ്റാൻസസ് that affect the fair value of entities, financial assets, financial liabilities, whether those assets or liabilities are recognized at fair value or amortized cost. ഇവിടെ പറയുന്നത് എന്തെങ്കിലും എന്താണ് ബിസിനസ് ഓർ എക്കണോമിക് സർക്കംസ്റ്റാൻസസ് നമ്മുടെ ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യുമോ, നമ്മുടെ അസറ്റ്സിനെ എഫക്റ്റ് ചെയ്യുമോ, നമ്മുടെ ലയബിലിറ്റീസിനെ എഫക്റ്റ് ചെയ്യുമോ, റീസെൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും സർക്കംസ്റ്റാൻസസ് നമ്മുടെ ബിസിനസ് അസറ്റിനെ എഫക്റ്റ് ചെയ്യാൻ പ്രാപ്തമായിട്ടുള്ളതുണ്ടോ, ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ടുണ്ടായിരിക്കണം. Any loan default or breach of loan agreement that has not been remedied on or before the end of reporting. ഏതെങ്കിലും ലോൺ ഡിഫോൾട്ട് വരുത്തിയിട്ടുണ്ടോ, ഏതെങ്കിലും ബ്രീച്ച് ഓഫ് ലോൺ എഗ്രിമെൻറ്റ് വരുത്തിയിട്ടുണ്ടോ, ഏതെങ്കിലും തിരിച്ചടവ് നമ്മൾ മുടക്കിയിട്ടുണ്ടോ, അത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യണം. റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ്, ആരാണ് റിലേറ്റഡ് പാർട്ടി എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ്, ട്രാൻസ്ഫർ ബിറ്റ്വീൻ ലെവൽസ് ഓഫ് ദ ഫെയർ വാല്യൂ ഹയറാർക്കി യൂസ്ഡ് ഇൻ മെഷറിംഗ് ദ ഫെയർ വാല്യൂ ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്, അല്ലേ. ഈ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് വാല്യൂ ചെയ്യുന്ന ഫെയർ വാല്യൂ ഹയറാർക്കിയിലുള്ള എന്തെങ്കിലും ട്രാൻസ്ഫറിങ് നടന്നിട്ടുണ്ടോ. ചേഞ്ചസ് ഇൻ ദ അതായത് ട്രാൻസ്ഫർ ബിറ്റ്വീൻ ലെവൽസ് ഓഫ് ഫെയർ വാല്യൂ ഹയറാർക്കി യൂസ്ഡ് ഇൻ മെഷറിംഗ് ദ ഫെയർ വാല്യൂ ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്നാണ് പറഞ്ഞത്. അത്തരം ട്രാൻസ്ഫറുകൾ ഉണ്ടെങ്കിൽ അത്. ചേഞ്ചസ് ഇൻ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ് ആസ് എ റിസൾട്ട് ഓഫ് ചേഞ്ച് ഇൻ പർപ്പസ് ഓഫ് ഓർ യൂസ് ഓഫ് ദോസ് അസറ്റ്, എന്തെങ്കിലും എന്താണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ് ഇല്ലേ, അതെന്തെങ്കിലും വന്നിട്ടുണ്ടോ ഒരു പുതിയ ഇൻഫർമേഷൻ്റെ ഭാഗമായിട്ട്. ചേഞ്ച് ഇൻ കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസ് ഓർ കണ്ടിൻജൻറ്റ് അസറ്റ്, കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസോ കണ്ടിൻജൻറ്റ് അസറ്റ്സിലോ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത്. ഇൻ്ററിം റിപ്പോർട്ടിംഗ് പീരീഡ്സ് എന്നുള്ളതാണ് അടുത്തത്. അപ്പോൾ ഇത്രയും ഒരു പോയിൻ്റ് വരെ ഉണ്ട്. അത്ര വലിയ ഒരു ടഫായിട്ടുള്ള ടോപ്പിക്കല്ല, പക്ഷേ കുറച്ചധികം പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ കുട്ടികൾ അതൊന്ന് കൃത്യമായിട്ട് വായിച്ച് നോക്കുക, ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്ത ഇൻ്ററിം റിപ്പോർട്ടിംഗ് പീരീഡാണ്. പീരീഡിനിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻ്ററിം റിപ്പോർട്ടിംഗ് പീരീഡ് ഈസ് എ പീരീഡ് എന്താണ് ലോവർ ദാൻ ദ ഫുൾ റിപ്പോർട്ടിംഗ് പീരീഡ് എന്നാണ് പറഞ്ഞത്. അതായത് ഒരു കൊല്ലത്തിനേക്കാൾ താഴെയുള്ള ഏത് പീരീഡിനെയും നമുക്ക് എന്തായിട്ട് പറയാം, ഇൻ്ററിം റിപ്പോർട്ടിംഗ് പീരീഡ് എന്ന് പറയാം. എന്തൊക്കെയാണ് പീരീഡിൻ്റെ കാര്യങ്ങൾ നോക്കാം. ബാലൻസ് ഷീറ്റ് ആസ് ഓഫ് ദ എൻഡ് ഓഫ് ദ കറണ്ട് ഇൻ്ററിം പീരീഡ് ആൻഡ് കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് ആസ് ഓഫ് ദ എൻഡ് ഓഫ് ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയർ. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് എന്താണ്, കറണ്ട് ഇൻ്ററിം പീരീഡിൻ്റെ എന്താണ് ബാലൻസ് ഷീറ്റ് വേണം. കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് അതിന് തൊട്ട് മുൻപുള്ള ഇയർ ഏതാണോ ആ ഇയറിലെ ബാലൻസ് ഷീറ്റാണ് കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടാവും കുട്ടികൾക്ക്. അതായത് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്നാണോ ക്ലോസിംഗ് ഡേറ്റ് അന്നത്തെ ഡേറ്റിന് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റിൻ്റെ അതായത് ഒരു കമ്പാരിറ്റീവ് പീരീഡ് ഉണ്ടല്ലോ, പ്രയർ പീരീഡ്, അത് നോക്കുന്നത് എന്താണ്, തൊട്ട് മുമ്പത്തെ വർഷത്തെ പീരീഡിനെയാണ് കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് എടുക്കേണ്ടത്. ബി പോയിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഫോർ ദ കറണ്ട് ഇൻ്ററിം പീരീഡ്, അതും അതുപോലെ തന്നെ എന്താണ് കറണ്ട് ഡേറ്റിനാണ് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കേണ്ടത്. പി ആൻഡ് എൽ അക്കൗണ്ടിൻ്റെ പ്രീവിയസ് പീരീഡ് ഏതാണ്, അതിന് തൊട്ട് മുൻപത്തെ വർഷത്തെ ബാലൻസ് ഷീറ്റിൻ്റെ പീരീഡാണ് എടുക്കേണ്ടത്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി കുമുലേറ്റീവ്ലി ഫോർ ദ കറണ്ട് ഫിനാൻഷ്യൽ ഇയർ ടു ഡേറ്റ്, അതായത് കുമുലേറ്റ് ചെയ്ത് SOCE എഴുതേണ്ടത് ഈ വർഷം തുടങ്ങിയത് മുതൽ എന്താണ് നമ്മുടെ റിപ്പോർട്ടിംഗ് ഡേറ്റ് വരെയുള്ള ദിവസം. കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കേണ്ടത് കഴിഞ്ഞ വർഷത്തെ പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയറിൻ്റെ എടുക്കുക. ക്യാഷ് ഫ്ലോയും അതുപോലെ തന്നെ ഫോർ എൻറ്റിറ്റി ഹൂസ് ബിസിനസ് ഈസ് ഹൈലി സീസണൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഫോർ ദ 12 months അപ് ടു ദ എൻഡ് ഓഫ് ഇൻ്ററിം പീരീഡ് ആൻഡ് കമ്പാരിറ്റീവ് ഇൻഫർമേഷൻ ഫോർ ദ പ്രയർ 12 months. അതായത് ഹൈലി എന്താണ് സീസണൽ ബിസിനസ് ആണെങ്കിൽ എന്താണ് 12 monthsൻ്റെ തന്നെ നമ്മൾ എന്തായിട്ട് എടുക്കുക, നമ്മുടെ ഇൻ്ററിം പീരീഡായിട്ട് എടുക്കാം. ദെൻ എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയറും അതുപോലെ തന്നെ 12 monthsൻ്റെ തന്നെ എടുക്കാം. അപ്പോൾ ഇത്രയും പറഞ്ഞിട്ടുള്ളതിൽ ABCDയിൽ ഈ മാത്രമാണ് വ്യത്യസ്തമായിട്ടുള്ള പോയിൻ്റ് ഉള്ളൂ. A ബാലൻസ് ഷീറ്റ്, B സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, C സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി, D സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോസ്. ഇതൊക്കെ നമ്മുടെ ബാലൻസ് എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഭാഗമാണ്. ഇവയൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഒറ്റ കാര്യം മാത്രമേ ചിന്തിക്കേണ്ടതുള്ളൂ, എന്നാണ് റിപ്പോർട്ടിംഗ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ റിപ്പോർട്ടിംഗ് ഡേറ്റ് ആയിട്ട് കണക്കാക്കേണ്ടത് എന്ന് വരെയാണോ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഇൻ്ററിം റിപ്പോർട്ട് ക്ലോസ് ചെയ്യുന്ന അന്നത്തെ റിപ്പോർട്ടാണ് നമ്മുടെ ബാലൻസ് ഷീറ്റും P&L അക്കൗണ്ടും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിയും ക്യാഷ് ഫ്ലോയൊക്കെ വേണ്ടത്.
പക്ഷേ കമ്പയറിങ് സ്റ്റേറ്റ്മെൻറ്റായിട്ട് നമ്മൾ വെക്കേണ്ടത് എപ്പോഴും തന്നെ ഏത് പീരീഡ് ആണെങ്കിലും കമ്പയറിങ് സ്റ്റേറ്റ്മെൻറ്റായിട്ട് നമ്മൾ വെക്കേണ്ടത് അതിന് ഇമ്മീഡിയറ്റ്ലി പ്രയർ ഇയർ പ്രീവിയസ് ഇയറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമ്മൾ കമ്പയറിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് വെക്കേണ്ടത്. ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെപ്പോഴും ബാലൻസ് ഷീറ്റ് വരയ്ക്കുമ്പോൾ 2 കോളം പ്രിപ്പയർ ചെയ്യാറില്ലേ, ഒന്ന് കറണ്ട് ഇയറും ഒന്ന് പ്രീവിയസ് ഇയറും. അതിൽ കറണ്ട് ഇയർ കോളം പറ്റില്ലല്ലോ, ഇൻ്ററിം റിപ്പോർട്ടാണെങ്കിൽ കറണ്ട് ഇയർ കോളം പറ്റുമോ? ഇല്ല. അപ്പോൾ എത്രയാണ് ക്വാർട്ടർലി അല്ലെങ്കിൽ 3 months അല്ലെങ്കിൽ 6 months എന്ന് എഴുതിയിട്ടുള്ള കോളായിരിക്കും അവിടെ പ്രിപ്പയർ ചെയ്യുക. പക്ഷേ തൊട്ട് മുമ്പ് പ്രീസീഡിങ് ആയിട്ടുള്ള കോളത്തിൽ എന്ത് തന്നെ വേണം? പ്രീവിയസ് ഇയറിലെ ഒരു ഫുൾ ഇയറിലെ ഡീറ്റെയിൽസ് തന്നെ വേണം. അതിന് തൊട്ട് മുമ്പുള്ള ഇയറിലെ ഡീറ്റെയിൽസ് തന്നെ വേണം, നിർബന്ധമാണ്. അപ്പോൾ ഇതാണ് ഈ ഇൻ്ററിം റിപ്പോർട്ടിംഗ് പീരീഡ്സിൻ്റെ പ്രത്യേകത. അടുത്തത് റെക്കഗ്നിഷൻ ആൻഡ് മെഷർമെൻറ്റ്. എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യും? അപ്പോൾ ഇൻ ഡിസൈഡിങ് ഹൗ ടു റെക്കഗ്നൈസ്, മെഷർ, ക്ലാസിഫൈ or disclose an item of interim financial reporting materiality shall be assessed in relation to interim period financial data. In making assessments of materiality, it shall be recognized that interim measurements may rely on estimates to a greater extent than measurement of annual financial data. അപ്പോൾ റെക്കഗ്നേഷൻ ഓഫ് മെഷർമെൻറ്റ് എന്ന് പറയുന്നൊരു വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഇവിടുത്തെ കേസിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻ്ററിം ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിൽ എപ്പോഴും നമുക്ക് ഒരു കൃത്യമായിട്ടുള്ള ഡാറ്റാസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ കൂടുതലും എസ്റ്റിമേറ്റ്സിനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻ്ററിമാണ്, നമ്മുടെ ഫൈനൽ റിപ്പോർട്ട് വരുന്നേ ഉള്ളൂ, ഫൈനൽ റിസൾട്ട് നമുക്ക് എടുക്കാനായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ റിയൽ ഡാറ്റ അല്ലെങ്കിൽ ഫൈനൽ ഡാറ്റയേക്കാൾ കൂടുതലായിട്ട് നമുക്കെപ്പോഴും ഫൈനൽ ഡാറ്റയെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കെപ്പോഴും എസ്റ്റിമേറ്റ്സ് ആണ് കൂടുതൽ നമുക്ക് എടുക്കേണ്ടി വരിക. അതൊരു പ്രത്യേകതയാണ്, ശ്രദ്ധിക്കുക. ദ മെഷർമെൻറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് ടു ബി ഫോളോഡ് ഇൻ ആൻ ഇൻ്ററിം ഫിനാൻഷ്യൽ റിപ്പോർട്ട് ഷാൾ ബി ഡിസൈൻഡ് ടു എൻഷുർ that the resulting information is reliable and that all material financial information that is relevant to an അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇൻ്ററിം ആയിക്കോട്ടെ ഫൈനൽ ആയിക്കോട്ടെ എല്ലാ റിലവൻറ്റ് ഇൻഫർമേഷൻസും ഒരു യൂസർക്ക് അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള രീതിയിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ഫിനാൻഷ്യൽ പൊസിഷൻ അറിയണം, പെർഫോമൻസ് അറിയണം, അതുപോലെ തന്നെ അത്തരം ഡീറ്റെയിൽസ് ഫിനാൻഷ്യൽ പെർഫോമൻസും ഫിനാൻഷ്യൽ പൊസിഷനൊക്കെ അറിയാവുന്ന കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് എന്ത് ചെയ്യണം? ഡിസ്ക്ലോസ് ചെയ്യണം. While measuring in both annual and interim financial reports are often based on reasonable estimates, the preparation of interim financial reports generally will require a greater use of estimation. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ, അതായത് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പീരീഡ് ഒരു ഇയർലി റിപ്പോർട്ടിങ്ങും അതുപോലെ തന്നെ ഒരു കുറച്ച് പീരീഡിലെ ഇൻ്ററിം പീരീഡിലെ റിപ്പോർട്ടിങ്ങും കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഇൻ്ററിം റിപ്പോർട്ടിൽ കൂടുതൽ എസ്റ്റിമേഷൻ മെത്തേഡാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. എന്തിനേക്കാളും ആനുവൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിനേക്കാൾ കൂടുതൽ എസ്റ്റിമേഷൻസ് ഇവിടെ യൂസ് ചെയ്യുന്നു. ഇനി സെയിം അക്കൗണ്ടിങ് പോളിസീസ് ആസ് ആനുവൽ എന്നാണ് പറയാനുള്ളത്. അതായത് ആനുവലിൽ യൂസ് ചെയ്യുന്ന അതേ പോളിസീസ് തന്നെ യൂസ് ചെയ്യണം. ആൻ എൻറ്റിറ്റി ഷാൾ അപ്ലൈ ദ സെയിം അക്കൗണ്ടിങ് പോളിസീസ് ഇൻ ഇറ്റ്സ് ഇൻ്ററിം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് as are applied in its annual financial policy statements, except for accounting policies changes made after the date of most recent annual financial statements. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻ്ററിം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് പോളിസീസ് നേരത്തെ ഒരു റിപ്പോർട്ടിംഗ് പീരീഡിൽ ഫുൾ റിപ്പോർട്ടിംഗ് പീരീഡിൽ ഫോളോ ചെയ്തിട്ടുള്ള അക്കൗണ്ടിങ് പോളിസീസ് തന്നെ നിർബന്ധമായിട്ടും ഫോളോ ചെയ്യണം. പക്ഷേ ചില പ്രത്യേക സാഹചര്യത്തിൽ, അതായത് നേരത്തെ പറഞ്ഞ പോലെ വളരെ റീസെൻ്റ് ആയിട്ടുള്ള ഒരു ആനുവൽ റിപ്പോർട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു അക്കൗണ്ടിങ് പോളിസി മാറ്റി, അത്തരം സാഹചര്യത്തിൽ അത് കൃത്യമായിട്ട് ആ സാഹചര്യത്തിലല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? മാറ്റം വരുത്താൻ പാടില്ല. However, the frequency of an entity's reporting shall not affect the measurement of its annual results. Achieve that objective measurements for interim reporting purposes shall be made on a year-to-date basis. ഇൻ്ററിം റിപ്പോർട്ടിലെ മാറ്റങ്ങൾ വരുത്താൻ പാടില്ല, അല്ലെങ്കിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവാൻ പാടില്ല.
ഭൂരിഭാഗം കേസുകളിലെന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനൊരു എന്താ പറയുക ഒരു റിപ്പോർട്ടിലൊരു മാറ്റം വരുത്താൻ പറ്റില്ല എന്ന് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ചേഞ്ച് വരുത്താൻ പാടുള്ളൂ. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു റിപ്പോർട്ടിംഗ് എൻറ്റിറ്റിയുടെ എന്താണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 3 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ എന്താണ് ഹാഫ് ഇയർലി, ക്വാർട്ടർലി എന്നൊക്കെ പറയുന്ന കാര്യമാണ്. ഈ മെഷർമെൻറ്റ് അല്ലെങ്കിൽ എന്താണ് ഈ ഒരു ഫ്രീക്വൻസി ഒരിക്കലും മെഷർമെൻറ്റിനെ എഫക്റ്റ് ചെയ്യാൻ പാടില്ല. എന്തിൻ്റെ ആനുവൽ റിസൾട്ടിൻ്റെ മെഷർമെൻറ്റിനെ ഒരിക്കലും അച്ചീവ് ചെയ്യാൻ അല്ലെങ്കിൽ എന്താണ് അതിനെ എഫക്റ്റ് ചെയ്യാൻ പാടില്ല. റവന്യൂസ് റിസീവ്ഡ് സീസണലി, സൈക്ലിക്കലി ഓർ ഒക്കേഷണലി. ഇനി ചില കേസുകളുണ്ട് സീസണലി റവന്യൂ കിട്ടുന്നു, ഒക്കേഷണലി കിട്ടുന്നു, അതുപോലെ തന്നെ എന്താണ് സൈക്ലിക്കലി കിട്ടുന്നു, ഇങ്ങനെയൊക്കെ ഉണ്ട്. എന്താ സീസണലി കിട്ടുന്നു എന്ന് പറഞ്ഞപ്പോൾ നമുക്കറിയാം അംബ്രല്ല കുട ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രിക്ക് ഏറ്റവും കൂടുതൽ ചിലവ് വരുന്നത് കേരളത്തിൽ ചിലവ് വരുന്നത് മൺസൂൺ മാസങ്ങളായിട്ടുള്ള ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് വരെയുള്ള മാസങ്ങളിലാണ് അല്ലേ. അല്ലാത്ത മാസങ്ങളിൽ അവർക്ക് ചിലവ് വളരെ കുറവാണ്, ഇല്ല എന്ന് തന്നെ വളരെ കുറവാണ്. അപ്പോൾ സൈക്ലിക്കലി എന്ന് പറഞ്ഞാൽ എന്താണ് ഓരോ 6 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ സൈക്ലിക്കലി ആയിട്ട് വരാം. ഒക്കേഷണലി വല്ലപ്പോഴും ചിലവ് വരുന്ന ഐറ്റംസ് ഉണ്ടായിരിക്കാം. ഇത്തരം കേസുകളിൽ റവന്യൂസ് ദാറ്റ് ആർ റിസീവ്ഡ് സീസണലി, സൈക്ലിക്കലി, ഒക്കേഷണലി വിത്തിൻ എ ഫിനാൻഷ്യൽ ഇയർ ഷാൾ നോട്ട് ബി ആൻറ്റിസിപ്പേറ്റഡ് ഓർ ഡെഫേർഡ് ആസ് എൻ ഇൻ്ററിം ഡേറ്റ് ഇഫ് അപ്ലിക്കേഷൻ ഓർ ഡെഫറൽ വുഡ് നോട്ട് ബി അപ്രോപ്രിയേറ്റ് അറ്റ് ദി എൻഡ് ഓഫ് എൻറ്റിറ്റീസ് ഫിനാൻഷ്യൽ ഇയർ. അപ്പോൾ നമ്മൾ പറയുകയാണ് നമ്മുടെ സെയിൽസ് 3 മാസമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, 3 മാസത്തെ സെയിൽസിനെ 12 മാസമായിട്ട് ഡിവൈഡ് ചെയ്തിടുന്നു അല്ലേ. അത്തരം കാര്യങ്ങൾ ഒരിക്കലും എന്തല്ല അപ്ലിക്കബിൾ അല്ല. ഒരു സീസണലായിട്ട് അതുപോലെ തന്നെ സൈക്ലിക്കലായിട്ട് അതുപോലെ തന്നെ ഒക്കേഷണലി ആയിട്ട് വരുന്ന ഇൻകത്തിനെ നമ്മൾ അങ്ങോട്ട് അപ്രോപ്രിയേഷൻ നടത്തുന്ന ശൈലി സാധിക്കില്ല. കോസ്റ്റ് ഇൻകേർഡ് എന്താണ് അൺഈവൻലി ഡ്യൂറിങ് ദി ഫിനാൻഷ്യൽ, അൺഈവൻലി ആയിട്ട് വരുന്ന കോസ്റ്റുകൾ, കോസ്റ്റ് ദാറ്റ് ആർ ഇൻകേർഡ് അൺഈവൻലി ഡ്യൂറിങ് ആൻ എൻറ്റിറ്റീസ് ഫിനാൻഷ്യൽ ഇയർ ഷാൾ ബി ആൻറ്റിസിപ്പേറ്റഡ് ഓർ ഡെഫേർഡ് ഫോർ ഇൻ്ററിം റിപ്പോർട്ടിംഗ് പർപ്പസസ് if and only if it is also appropriate to anticipate or defer that type of cost at the end of the financial year. അതായത് നമ്മൾ ഏതെങ്കിലും എന്താണ് അൺഈവൻലി കോസ്റ്റ് വരികയാണെങ്കിൽ അതിനെ ഈ ഇൻ്ററിം റിപ്പോർട്ടിംഗ് പർപ്പസിന് വേണ്ടി എന്താ ചെയ്യുക, മുൻകൂട്ടി കാണുകയോ അല്ലെങ്കിൽ എന്താണ് എക്സ്റ്റെൻഡ് ചെയ്യുകയോ ഡെഫർ ചെയ്യുകയോ അത്തരം കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാൻ പാടില്ല. അത് അപ്പോൾ തന്നെ കൃത്യമായിട്ട് മെഷർ ചെയ്യണം. യൂസ് ഓഫ് എസ്റ്റിമേറ്റ്, അടുത്ത കാര്യം എന്ന് പറയുന്നത് യൂസ് ഓഫ് എസ്റ്റിമേറ്റ് എന്നാണ് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, അതായത് കൃത്യമായിട്ടുള്ള ഒരു പാറ്റേണിലാണ് എസ്റ്റിമേറ്റ്സ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. റിലയബിൾ ആയിട്ടുള്ള ഡാറ്റാസ് വെച്ചിട്ടാണ് എസ്റ്റിമേറ്റ്സ് എടുക്കാൻ പാടുള്ളൂ. പക്ഷേ ഫൈനൽ അക്കൗണ്ട്സ് വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ഇൻ്ററിം റിപ്പോർട്ട്സിന് എസ്റ്റിമേറ്റ്സിൻ്റെ യൂസേജ് വളരെ കൂടുതലാണ്. പക്ഷേ കൃത്യമായിട്ടും നമുക്കറിയാം റീസണബിൾ ആയിട്ടുള്ള റിലയബിൾ ആയിട്ടുള്ള എസ്റ്റിമേറ്റ്സ് വെച്ച് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, ഈ ഇൻ്ററിം റിപ്പോർട്ട്സ് ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. ഇനി റീസ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രീവിയസ്ലി റിപ്പോർട്ടഡ് ഇൻ്ററിം പീരീഡ്സ്, നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഇൻ്ററിം പീരീഡ്സിൻ്റെ റീസ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ കണ്ടീഷൻ എന്നുള്ളതാണ്. എ ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് പോളിസി അതർ ദാൻ വൺ ഫോർ വിച്ച് ദ ട്രാൻസിഷൻ ഈസ് സ്പെസിഫൈഡ് ബൈ എ ന്യൂ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഷാൾ ബി റിഫ്ലക്റ്റഡ് ബൈ, അതായത് പുതിയ ഒരു അക്കൗണ്ടിങ് പോളിസി അതിൽ എന്താണ് ന്യൂ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ സ്പെസിഫൈ ചെയ്യാത്ത ഒരു ഇന്ത്യൻ അക്കൗണ്ടിങ് പോളിസിയാണെന്ന് വിചാരിക്കുക. അത് ഉണ്ടെങ്കിൽ എന്തായിരിക്കണം, അതെങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യണം, എങ്ങനെയാണ് പറയേണ്ടത്. റീസ്റ്റേറ്റിംഗ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് പ്രയർ ഇൻ്ററിംഗ് പീരീഡ്സ് ഓഫ് ദ കറണ്ട് ഫിനാൻഷ്യൽ ഇയർ ആൻഡ് ദ കമ്പയറബിൾ ഇൻ്ററിംഗ് പീരീഡ്സ് ഓഫ് ദ പ്രയർ ഫിനാൻഷ്യൽ ഇയർ that will be restated in the annual financial statements in accordance with the Indian Accounting Standard 8. അതായത് നേരത്തെ എന്തെങ്കിലും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലുണ്ടായ അല്ലെങ്കിൽ എന്താണ് ഇൻ്ററിം പീരീഡ്സിലുണ്ടായ എന്തെങ്കിലും റീസ്റ്റേറ്റിംഗ് അത് കറണ്ട് ഫിനാൻഷ്യൽ ഇയറിൽ അല്ലെങ്കിൽ എന്താണ് ഇൻ്ററിം പീരീഡ്സായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇറ്റ് വിൽ ബി റീസ്റ്റേറ്റഡ് ഇൻ ദ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ അക്കോർഡൻസ് വിത്ത് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. അത് കൃത്യമായിട്ട് അത്തരം കേസുകളുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 8 അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, റീസ്റ്റേറ്റ് ചെയ്യണം. ബി പോയിൻ്റ്, when it is impracticable to determine the cumulative effect of the beginning of the financial year of applying new accounting policy to all prior periods. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ എന്താണ്, നമുക്കൊരു എറർ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കുമുലേറ്റീവായിട്ട് നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്താണ് അത് ഇംപ്രാക്ടിക്കബിളായിട്ട് തോന്നുകയാണെങ്കിൽ അഡ്ജസ്റ്റിംഗ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് പ്രയർ ഇൻ്ററിം പീരീഡ്സ്
ഓഫ് ദ കറണ്ട് ഫിനാൻഷ്യൽ ഇയർ. അതായത് എന്താണ് പ്രയർ ഇൻ്ററിം പീരീഡ് എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പത്തെ പീരീഡിലേക്ക് അത് എന്ത് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്യണം. ആൻഡ് കമ്പയറബിൾ ഇൻ്ററിം പീരീഡ്സ് ഓഫ് പ്രയർ ഫിനാൻഷ്യൽ ഇയേഴ്സ് to apply the new accounting policy prospectively from the earliest date of practicable. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ഇംപ്രാക്ടിക്കബിൾ ആയിട്ടുള്ള അത്തരം കാര്യങ്ങൾ കുമുലേറ്റീവ് സാധ്യമല്ലെങ്കിൽ പ്രോസ്പെക്റ്റീവ്ലി പറ്റാവുന്ന രീതിയിൽ ഇപ്പോഴത്തെ സിസ്റ്റം വെച്ച് ഏർലിയസ്റ്റ് ഡേറ്റ് ഓഫ് പ്രാക്ടിക്കബിൾ നമ്മൾ സെലക്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, അത് അപ്ലൈ ചെയ്യണം. അതായത് റെട്രോസ്പെക്റ്റീവ്ലി കുമുലേറ്റീവ്ലി പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, അതായത് മുൻകാല പ്രാബല്യത്തിൽ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ രീതിയിൽ ഇപ്പോഴുള്ള മെത്തേഡിൽ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, അത് പ്രാക്ടിക്കലായിട്ടുള്ള ഏത് ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ട് പോസിബിൾ ഡേറ്റിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഇതാണ് റീസ്റ്റേറ്റ്മെൻറ്റ് കാര്യത്തിൽ പറഞ്ഞ്. ദർ ഈസ് എൻ ഇഷ്യൂ ദാറ്റ് വെദർ ആൻ എൻറ്റിറ്റി റിവേഴ്സ് ഇമ്പയർമെൻറ്റ് ലോസസ് റെക്കഗ്നൈസ്ഡ് ഇൻ ആൻ ഇൻ്ററിം പീരീഡ് on goodwill if a loss would not have been എന്താണ് recognized, or a smaller loss would have been recognized had an impairment assessment been made only at the end of subsequent reporting period. Appendix A of the Indian Accounting Standard 34 prescribed that an entity shall not reverse an impairment loss recognized in a previous interim period in respect of goodwill. Further, this appendix also prescribes that an entity shall not extend this accounting principle by analogy to other areas of potential conflict between Indian Accounting Standard 34 and other Indian Accounting Standards. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ സ്ഥിരം വരുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഗുഡ്വില്ലിൻ്റെയൊക്കെ അല്ലെങ്കിൽ എന്താണ് ഇൻറ്റാഞ്ചിബിൾ അസറ്റിൻ്റെ റിവേഴ്സ് ഇമ്പയർമെൻറ്റ് ലോസസ് റെക്കഗ്നൈസ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് അപ്പൻഡിക്സ് എയിൽ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 34 പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഒരു എൻറ്റിറ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇമ്പയർമെൻറ്റ് ലോസ് റിവേഴ്സ് ചെയ്യാൻ സാധിക്കില്ല. അതൊരിക്കലും എന്താണ് എവിടെ സാധിക്കില്ല, ഇൻ്ററിം പീരീഡിൽ സാധിക്കില്ല. എന്തിനെ സംബന്ധിച്ച്, ഗുഡ്വില്ലിനെ സംബന്ധിച്ച് ഇൻ്ററിം പീരീഡിൽ സാധിക്കില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ അവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ഒരിക്കൽ സംഭവിച്ചിട്ടുള്ള ഇമ്പയർമെൻറ്റ് ലോസ്, ഗുഡ്വില്ലിൻ്റെ ഇമ്പയർമെൻറ്റ് ലോസ് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ എവിടെ പറ്റില്ല, ഇൻ്ററിം സ്റ്റേറ്റ്മെൻറ്റിൽ സാധിക്കില്ല. അതുപോലെ തന്നെ ഈ അപ്പൻഡിക്സ് വീണ്ടും പറയുന്നത് എന്താണ്, അത് എന്ത് ചെയ്യുക, എൻറ്റിറ്റിയെ എക്സ്റ്റെൻഡ്, ഈ എൻറ്റിറ്റി ഷാൾ നോട്ട് എക്സ്റ്റെൻഡ് ദിസ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ബൈ അനലോഗി ടു അതർ ഏരിയാസ് ടു പൊട്ടൻഷ്യൽ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 34 ആൻഡ് അതർ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. ഈ ഒരു 34 എന്നുള്ള സ്റ്റാൻഡേർഡ് മാറ്റി വേറൊരു സ്റ്റാൻഡേർഡിലേക്ക് ഈ എന്ത് ചെയ്യാൻ പറ്റില്ല, അതിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനും ഉള്ള കപ്പാസിറ്റി ആർക്കില്ല, എൻറ്റിറ്റീസിനില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ എവിടെയുണ്ട്, ഈ ടോപ്പിക്കിലുണ്ട്. ഇനി നമുക്ക് ഇല്ലസ്ട്രേഷൻസ് ആണ്, അത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. എന്തെങ്കിലും സംശയമുള്ളവർ ചോദിക്കാം.